സെപ്പറേറ്റ് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ ന്യൂസ് ഇട്ടു ഡിവേഴ്സായി എന്ന് പറഞ്ഞിട്ട്. അതൊന്നും ആരാന്ന് പറയുന്നില്ല, പക്ഷെ അത് 2 മണിക്കൂറിൽ ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പിൻ്റെ വീട്ടുകാർ എന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ എനിക്ക് വിറച്ചിട്ടുള്ള പനിയാണ്, ഭയങ്കര ചെസ്റ്റ് പെയിനാണ്, ഭയങ്കര ചുമയാണ്, നെഞ്ചുവേദനയുണ്ട്. അങ്ങനെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് നെബിലൈസൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു അഡ്മിഷൻ വേണ്ടി വരും, IV ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, നിൽക്കുന്നു തോന്നുന്നില്ലെന്ന് പറഞ്ഞു. ഇല്ല, അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, തിരിച്ച് വിട്ടോ. എന്നിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പുള്ളി പറയുകയാണ് പുള്ളിക്കാരി അഭിനയിക്കുകയാണ്, പുള്ളിക്കാരിക്കൊന്നുമില്ല, എൻ്റെ മാലാഖയല്ലേ, ഞാൻ നോക്കാണ്ടിരിക്കും അവൾക്ക് എന്തെങ്കിലും പറ്റും, ഇന്ന അസുഖം വന്നാൽ അവൾ എന്നെ പൊന്നു പോലെയല്ലേ നോക്കണേ, അവൾക്ക് അസുഖം വന്നാൽ നോക്കാണ്ടിരിക്കുമോ. പക്ഷേ വർത്താനൊക്കെ നന്നായിട്ട് അറിയണ കാരണം എൻ്റെ വീട്ടുകാർ പിറ്റേ ദിവസം വന്നു, കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ആദ്യം ട്രീറ്റ്മെൻറ്റൊക്കെ ഒരു 2-3 ആഴ്ച എടുത്തു. പിന്നെ നോക്കിയപ്പോൾ ഇടയിൽ കോവിഡ് ടെസ്റ്റും പോസിറ്റീവായിരുന്നു. കോവിഡ് കാരണമാണോ ന്യൂമോണിയ വന്നാൽ അത് വേറെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണോ എന്നറിയില്ല. ഇതൊക്കെ ഉണ്ടാവുന്നത് 2022 പകുതിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടുകാർ ഒന്നേ പറഞ്ഞോളൂ, നീ നിൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി, നിൻ്റെ ലൈഫ് തുലച്ചു, നിന്നെ അടിക്കുന്നുണ്ട്, പലതും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നീ ഇപ്പോഴും ഇഷ്ടമാണ്, പുള്ളി പ്രേമിക്കുന്നുണ്ട്, പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണേ, അത് നിൻ്റെ ഇഷ്ടം. പക്ഷെ മിനിമം ജോലിക്ക് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതാക്കിയിട്ട് ജോലിക്ക് കയറ്റി. ഈവൻ നിനക്ക് വയ്യാതാവുമ്പോൾ പോലും നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്രയൊക്കെ നോക്കിയിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ MBBS 2019 കഴിഞ്ഞതാണ്. കോൺവെക്കേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് പ്രിപ്പറേഷനായിരുന്നു. അത് കഴിഞ്ഞ് 2021 തോന്നുന്നു, ഡേറ്റ് ഒന്നും ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറുന്നത്. ഇത്ര കാലം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറുന്നത്. അപ്പോഴാണ് ഇവർ ആദ്യത്തെ കമൻറ്റിൽ പറഞ്ഞത് ഞാൻ ഇയാളുടെ പേഷ്യൻ്റ് ആയിരുന്നു എന്ന്. ഓ മൈ ഗോഡ്, ഇത്ര മതിയില്ലേ ഈ കമൻറ്റിൻ്റെ ഇട്ടിട്ടുള്ള ഹിസ്റ്ററി പറച്ചിലേ മതിയായി. ആക്ച്വലി ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ് വൈ ഫീലിംഗ് സോറി എന്ന് കേട്ടപ്പോൾ കുറച്ച് പറയണമെന്ന് തോന്നി. ആക്ച്വലി കൂടുതൽ പറയാനുണ്ട്, അത് പറയുന്നില്ല, അത് ഇത്തിരി സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. ഇയാൾക്ക് ഇവരുടെ ജീവിതത്തിലത്തെ എല്ലാ കാര്യങ്ങളും അറിയണ പോലെ ആണ് സംസാരിക്കണേ. സോ ഐ നോ ദേ നോ എവരിത്തിങ്. ബട്ട് പിന്നെ അതുപോലെ തന്നെ പല തമിഴ് ചാനലിലായിട്ടും ബന്ധം വലിയ ഈ ന്യൂസിൻ്റെ എന്തോ വലിയ ആൾക്കാരാന്നൊക്കെ എന്നോട് പരിചയപ്പെടുത്തിയായിരുന്നു. പക്ഷെ പറയണതിൽ 100% 80% വിശ്വസിക്കാൻ പറ്റില്ല, 20% സത്യം ഉണ്ടാവുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. ഫിസിക്കൽ അബ്യൂസ് 2 എന്ന് പറഞ്ഞതിന് പുള്ളിക്കാരി കുറേ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല, അത് പറയേണ്ട ആൾക്കാർ പറയേണ്ടതാണ്. ഞാൻ അവിടെ ഉള്ളപ്പോഴും ചെന്നൈയിലുള്ളപ്പോഴും എന്നോടല്ല ബാക്കിയുള്ളവരോട് പറയാറ്, അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശമായിരുന്നേ, ഒരു നന്ദിയില്ലാത്ത ആൾക്കാരാ, അവർ ഫുള്ള് നിപ്പിൽ പറ്റിക്കും. എന്നിട്ട് 2-3 പേരുകളൊക്കെ പറയും, പക്ഷെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ്. കാരണം പറ്റിക്കണ ആൾക്കാരാണല്ലോ ചേരുക. പക്ഷെ വീട്ടിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറച്ചിൽ. പക്ഷെ എലിസബത്ത് നല്ല കുട്ടിയാണ്, നല്ല മാലാഖയാണ്, തനിത്തങ്കാണ്. അതുകൊണ്ടല്ല ഞാൻ കൊണ്ടുവന്നേ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നായിരുന്നു. ഓ മൈ ഗോഡ്, ഇത്ര ദേഷ്യം നിങ്ങൾക്ക് കേരളക്കാരോട് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റുകളിൽ ഭയങ്കര വ്യക്തമാണ്. ആ ദേഷ്യമൊക്കെയാണ് എനിക്കത് നിങ്ങളാന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു ക്ലൂ തന്നത്. ഞാൻ അതിൻ്റെ അടുത്ത ക്ലൂകൾ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തമിഴ് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ തമിഴ് ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ തന്നെയാണ് നിങ്ങൾ വരുന്നത് കൂടുതൽ. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ പല നെഗറ്റീവ് കമൻറ്റുകളും കാണാറുണ്ട്, പല നെഗറ്റീവ് കമൻറ്റും എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ടല്ലോ. സോ നിങ്ങളെന്നെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ പല ആൾക്കാരും ഈ കമൻറ്റിൽ നിങ്ങളുടെ 4 ഫേക്ക് അക്കൗണ്ട് ഉണ്ട് ഈ പേരിൽ എന്ന് പറഞ്ഞിട്ട്
പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല. മാത്രമല്ല, ഒരു തവണ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ നിങ്ങളുണ്ടായിരുന്ന ആ ഭീഷണിയുടെ സമയത്ത് ഞാൻ അന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പോലീസിനെയൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ടുള്ള സമയത്ത് തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു തമിഴിനെ മലയാളിയായ നീയെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കുമെന്ന് വിചാരിച്ചോ? നിന്നെയും നിന്റെ വീട്ടുകാരനെയും വെട്ടി പീസാക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങളും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പലതവണ അങ്ങനത്തെ പറച്ചിലുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഞാൻ അങ്ങനെ പറച്ചിൽ കേട്ടിട്ടില്ല. ഓക്കെ, വീണ്ടും ലീഗലി മാരീഡ് അല്ല. ഓക്കെ, പ്രീ വെഡിങ് ഇവന്റ് ആയിരുന്നു നടന്നത്. ഓ മൈ ഗോഡ്, പ്രീ വെഡിങ് ഇവന്റ് ആയിരുന്നു നടന്നത്. ഇൻവിറ്റേഷൻ കാർഡിൽ അതില് വെഡിങ് ഇൻവിറ്റേഷനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അത് വെഡിങ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫാദറാണ് അത് ദാസ് കോണ്ടിനെന്റിലായിരുന്നു ആ വെഡിങ് ഫംഗ്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫാദറാണ് ആ പരിപാടി നടത്തിയത്. ആക്ച്വലി അതിലൊരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അവർ ആക്ച്വലി ചെന്നൈയിൽ ഇതിൻ്റെ ഫംഗ്ഷൻ അവിടെ നടത്താമെന്ന് പറഞ്ഞിട്ട് ആണ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പോൾ അവർ ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആ ഒരു സമയമായിട്ട്. പക്ഷേ എനിക്ക് ബർത്ത്ഡേക്ക് അവർ, അതായത് 2 ദിവസം ഗ്യാപ്പിൽ 2 സ്ഥലത്ത് ഫംഗ്ഷൻ, അതിന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നു. പക്ഷെ സർപ്രൈസായിട്ട് എനിക്ക് ഒരു മാലയും കമ്മലൊക്കെ തന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ആ മാലയും കമ്മലയും തന്നിട്ട് അതുപോലെ തന്നെ അവർ അവരുടെ ലോക്കലിൽ എടുത്തു വെച്ചു, ജസ്റ്റ് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഓടിയും തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കാറ് ഡ്രൈവിങ് അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല. സോ ഞാൻ ആകെ 4 തവണ ആ കാറിൽ ഇരുന്നിട്ടുള്ളൂ. പിന്നെ ആ കാർ എങ്ങോട്ട് പോയി എനിക്ക് വലിയ പിടുത്തമില്ല. പിന്നെ എന്താണ് ആ സ്വർണത്തിൻ്റെ കാര്യം. പിന്നെ അവരുടെ വീട്ടിലത്തെ ഫംഗ്ഷന്, ഓക്കെ, അവരുടെ വീട്ടിലത്തെ ഫംഗ്ഷനും ഇവർ വെപ്പാട്ടീനൊക്കെ വീട്ടിലത്തെ ഫംഗ്ഷനെ കൊണ്ടുപോകാൻ കൊള്ളൂ. ആ ഫംഗ്ഷനൊക്കെ കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, ആ സമയത്ത് എനിക്ക് ആ മാല എടുത്ത് തരുകയും ചെയ്യും. ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സോ പ്രീ വെഡിങ് ഇവൻ്റാണെന്നാണ് ഇവരുടെ ഒരിത്. ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയാണ്. പിന്നെ ഇവരാണ് അതിനൊക്കെ കാശും കൊടുത്തോണം. മൈ ഗോഡ്, തെറ്റാര് ചെയ്താലും എപ്പോൾ ചെയ്താലും അത് തെറ്റാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓൾറെഡി റിലേഷനിലിരിക്കുമ്പോൾ 4-5 ആൾക്കാരായിട്ട് പോണതാണോ? ഓൾറെഡി ഓപ്പോസിറ്റ് ആൾ വേറെ കെട്ടിയിട്ട് പിന്നെ വേറെ ആൾ റിലേഷനിൽ പോകണതാണോ കുഴപ്പം? അതും ഒരു റിലേഷനൊന്നല്ല. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആവണത് ഓക്കെ, പക്ഷെ പുള്ളി ഒരു 4-5 എണ്ണം എന്നൊക്കെ പറഞ്ഞ ടു മച്ച്. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ഇത്ര കോമൺ ആയി, നമ്മൾ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയി. സോറി, അത് വേറെ കാര്യം. പിന്നെ ഇവിടെ കമന്റ് സെക്ഷനിൽ കുറേ ടൈം ലൈനൊക്കെ കണ്ടു. ആക്ച്വലി ആൾക്കാരറിയാത്ത കുറേ ടൈം ലൈനിൽ കുറച്ചും കൂടി പേരുകൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ബട്ട് അവരും ചിലപ്പോൾ ചതിക്കപ്പെട്ടതായ കാരണം വെറുതെ അവരെ എടുത്തിട്ട് ഇതിൽ ഇടേണ്ട കാര്യമില്ലല്ലോ. ആവശ്യം വന്നാൽ നമുക്കിടാം. അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം അവർ ടോർച്ചർ സഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, സഹിച്ചിട്ടുണ്ടാവാം. ആദ്യത്തെ ദിവസം ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇട്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ഡോക്ടർ ആയിരുന്നു. ബേസിക്കലി നിങ്ങൾക്ക് ഡോക്ടർമാരുടെ കൈയക്ഷരം അറിയാലോ. പിന്നെ അതുമാത്രമല്ല, ഒരാൾ വിഷമിച്ചിട്ട് എഴുതുമ്പോൾ എനിക്ക് ആക്ച്വലി കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ മറ്റേതുണ്ടോ മറിച്ചുണ്ടോ. ആക്ച്വലി നമ്മൾ അങ്ങനത്തെ പോസ്റ്റൊക്കെ ഇടുമ്പോൾ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇട്ടാലാണ് നമ്മൾ ഡൗട്ട് അടിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്കൊക്കെ ഇത്ര വിഷമത്തിൽ എഴുതുമ്പോൾ കൈ വരയ്ക്കണമെന്ന് അടക്കം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നോട് കുറച്ച് ആൾക്കാർ മെസ്സേജിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. നല്ല ആൾക്കാരാണ്. അതായത് ഇതുപോലത്തെ ആൾക്കാർ കുറേ അങ്ങനത്തെ കുറേ കുറേ കുറ്റങ്ങൾ പറഞ്ഞിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും അത് ആലോചിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്ര വിഷമമായിരുന്നു അത് കണ്ടപ്പോൾ. കാരണം എനിക്കെങ്ങനെയാണ് നോക്കിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് അവർക്കും അറിയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നാവ് പോന്നുണ്ടല്ലോ, ഞാൻ വേറെ ഒന്നും പറയാനില്ല, ഈ നാവ് പോന്നുണ്ടല്ലോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ ചെറിയൊരു സഹായം ചെയ്താൽ അവനെ ഞാൻ എൻ്റെ ജന്മത്തിൽ മറക്കത്തില്ല. പക്ഷേ
ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന്. ഓരോ 2 മാസം കൂടുമ്പോൾ 10-20 ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആക്ച്വലി ഹണിമൂണിന് ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അവിടെ ചോര ഛർദ്ദിച്ചിട്ടും ICUലുമായിട്ട്. അപ്പം ICUലേക്ക് പറയും എന്നെ ICUയിൽ കയറ്റണം, ഇവള് ഒപ്പമുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്ന്. ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒപ്പമുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും പറ്റില്ല എന്നുള്ളത്. ഇപ്പം എല്ലാം പറ്റണത് ഞാൻ കാരനാന്ന് പറയുമ്പോൾ ആക്ച്വലി ഒന്നിനും ഇടപെടണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നായിരുന്നു.